ദൈവത്തിന് നാണമില്ലാത്തവരെ ആവശ്യം. ഈഗോയും അവർക്ക് വേണ്ട. നിന്റെ നാണത്തെയും നിന്റെ മാനത്തെയും നിന്റെ ഈഗോയെയും നിനക്ക് വലിച്ചെറിയുവാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ യഹോവയാം ദൈവം തന്നെ പ്രകാശമായി തീരുന്ന ദിവസങ്ങൾ അത്രേ. ഏലിയാവിനൊരു വിശ്വാസമേ ഉള്ളായിരുന്നു. ആ വിശ്വാസത്തിൽ സംഭവിച്ചാലും ഇല്ല എങ്കിലും അവനൊന്നും പോകാനില്ലെന്നുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവന്റെ ഹല്ലേലൂയ വാക്കല്ലത്രേ, യഹോവയാം ദൈവത്തിന്റെ പ്രവൃത്തി അത്രേ അവിടെ പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. അവന് നാണക്കേട് പറഞ്ഞെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, എന്തുവാ? തന്റെ വാക്കാണ് അവിടെ ക്രിയ ചെയ്യുന്നത് എന്നുള്ള ഈഗോ അവന്റെ ഉള്ളിൽ കയറിയാല്. കാരണം ഒരു ചിന്ത ഈഗോ ഉള്ളിലുണ്ടെങ്കിൽ സംഭവിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? നാണക്കേട് കമ്പനിക്ക് അവനുണ്ടാവും. ആ ഈഗോയും ആ നാണവും ഏലിയാവിന് ഇല്ലാത്തത് കൊണ്ടത്രേ അവൻ ധൈര്യത്തോടെ കേറി നിന്ന് നെഞ്ചു വിരിച്ചു നിന്നിട്ട് വെള്ളം ഒഴിക്കാൻ കൽപ്പിച്ചത്. അപ്പോൾ തന്നെ അവനൊരു ഉറപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ എന്റെ കർത്താവ് കേൾക്കും. നമ്മുടെ നാണത്തെയും ഈഗോയെയും മാറ്റി വെച്ചിട്ട് വിശ്വസിക്കാൻ തയ്യാറാണ് എങ്കിൽ അവൻ ചിലത് ചെയ്യുവാൻ തയ്യാറാണ്.